ശ്രീ എം ജയചന്ദ്രൻ, ഇതിപ്പോൾ ബി.ജെ.പിയുടെ നേതാക്കൾ ഇന്ന് ചോദിക്കുന്നത് അവസാനം CPM തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്, ഞങ്ങൾ ഫാസിസ്റ്റുകളല്ല എന്നുള്ളത്. എല്ലാ തിരഞ്ഞെടുപ്പ് വേദികളിലും ഈ വരുന്ന വർഷം ഇത് കേൾക്കാൻ കഴിയും അല്ലോ? ഇല്ല, കാരണം ഈ നവഫാസം എന്ന പ്രയോഗത്തെ സംബന്ധിച്ച കുറിപ്പ് എന്ന് പറഞ്ഞാൽ PBയുടെ കുറിപ്പിൽ ഒരു 2 സെൻറ്റൻസ് മാത്രം ഞാൻ വായിക്കാം. ഇന്ത്യയിൽ നവഫാസിസത്തെ രൂപപ്പെടുത്തുന്നത് RSSും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവുമാണ്. ഇവ ഫാസിസ്റ്റ് സ്വഭാവമുള്ളതാണെന്ന് നമ്മുടെ പാർട്ടി പരിപാടിയിൽ പറയുന്നുണ്ട്. BJP ഭരണത്തിന് കീഴിൽ അധികാരത്തിന് ചുക്കാൻ പിടിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഹിന്ദുത്വ സംഘടിത പ്രത്യയശാസ്ത്രം, നവലിബറൽ പ്രതിസന്ധി, വൻകിട ബൂർഷ്വാസിയുടെ താല്പര്യമനുസരിച്ച് അമിതാധികാരം അടിച്ചേൽപ്പിക്കൽ എന്നിവ നവഫാസിസത്തിൻ്റെ ആദിമ രൂപത്തിൽ ഉൾപ്പെടുന്നവയാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ എന്താണ് തങ്ങളുടെ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന ഈ ഡ്രാഫ്റ്റ് റെസൊല്യൂഷനിൽ പറയുന്നത് 269 പറയുന്നു. BJP പറ്റി പറയുമ്പോൾ ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSൻ്റെ രാഷ്ട്രീയ മുന്നണിയായ BJP കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ആധിപത്യമുള്ള രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകാത്തത്. പിന്നെ ഇവിടെ ശ്രീപത്മനാഭൻ പറയുന്നത് കേട്ടപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഈ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കണം അദ്ദേഹത്തിനെ, താങ്കൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, പിന്നെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും. പക്ഷേ ഗുജറാത്തിൽ വംശഹത്യ എന്നുള്ള സംഭവം നടന്നിട്ടേയില്ല. അവിടുത്തെ മനുഷ്യരൊന്നും കൊല്ലപ്പെട്ടിട്ടുമില്ല. ബിൽക്കീസ് ബാനു കേസില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്തത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഭരണത്തിൽ പോലും വന്നിട്ടില്ല ആ കാലത്തൊന്നും എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതിയെല്ലാം പിന്നെ ഈ മുഖംമൂടി നേരെയായി. സച്ചിദാനന്ദ പണ്ട് പറഞ്ഞിട്ടുള്ള വരികളാണ്, മുഖംമൂടി നേരെയായി. അപ്പോൾ മുഖത്തിൻ്റെ കാര്യമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നവർക്കുള്ള ആ തരത്തിലുള്ള വിചിത്ര വിതണ്ഡവാദമാണ് അദ്ദേഹത്തിൻ്റെ ഈ വംശഹത്യ ഗുജറാത്തിൽ. അത് പരാമർശിക്കുന്നില്ല. അവിടെ 77 മുതൽ 96 വരെയുള്ള പാർലമെൻറ്റ് നിയമസഭയിൽ വെസ്റ്റ് ബംഗാളിൽ വെച്ച കണക്ക് അദ്ദേഹം സമർത്ഥമായി പഠിച്ച് അവതരിപ്പിക്കുന്നുമുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെന്തും പറയാം. ഇത് തന്നെയാണ് ഈ നിയോ ഫാസിസ്റ്റ് ശൈലി എന്ന് പറയുന്നത്. അതിൻ്റെ മറുപുറമാണിത്. അത് ഒരു പാർട്ടി വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യയിൽ തന്നെ BJP ആണല്ലോ ഭരിക്കുന്നത്. പക്ഷേ നിങ്ങളിതുവരെ AI പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? മുമ്പേ പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിൻ്റെ കാര്യം. പിന്നെ കാർഷിക മേഖലയിൽ CPM പണി മുടക്കിയിട്ടുണ്ട്, കർഷകത്തൊഴിലാളി യൂണിയനുമുണ്ട്. പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉമ്മൻചാണ്ടിയാണ് നേതൃത്വം കൊടുത്തത്. അന്ന് അറിയുമോ? അത് രാജു പി നായർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജോസഫ് സി മാത്യു പറഞ്ഞല്ലോ BMSൻ്റെ ആ ദിനാചരണം. ശരിയാണ്, ചോദിച്ചിട്ടുണ്ട്, പണിയെത്തിക്കൂ കൈകളിലാദ്യം എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. അന്ന് കാലികമായിരുന്നു ആ മുദ്രാവാക്യം. അന്നത്തെ കാലത്തിന് അനുസൃതമായിരുന്നു ആ മുദ്രാവാക്യം. അന്നത്തെ മുദ്രാവാക്യം കൊണ്ട് ഇന്ന് വർത്തമാനം പറയാൻ വരുന്നത് വിതണ്ഡവാദം എന്നേ പറയൂ. അതിനൊക്കെ അതല്ലല്ലോ ചർച്ചാ വിഷയം, അതല്ലല്ലോ. അപ്പോൾ എന്തിനാണ് അത്തരം വിതണ്ഡവാദങ്ങളിലേക്ക് പോകുന്നത്? അത് ഈ പറഞ്ഞ പോലെ നിയോ ഫാസിസ്റ്റ് രീതി തന്നെയാണ് വരുന്നത്. അതൊരു ട്രെൻഡാണ്, പ്രവണതയാണ്. അത്തരം പ്രവണതകളിലാണ് നിങ്ങൾക്ക് താല്പര്യവും ആധിപത്യവും ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ പ്രസക്തമാകുന്നു. അതുകൊണ്ടാണ്. പക്ഷേ സമയമില്ല. മധു ഇടയ്ക്ക് പറഞ്ഞു അങ്ങനെയാണ്, സമയമില്ല. ഇല്ല, അത് അംഗീകരിക്കുന്നു. വിശദമായ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ രാജു പി നായരോട് ഒരു 10 സെക്കൻഡിൽ മധു അതുകൂടെ മാത്രം. എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിബേറ്ററാണ് രാജു പി നായർ. കാര്യങ്ങൾ പഠിച്ചു പറയാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളുമാണ്. പക്ഷേ ഞാൻ നേരത്തെ മുതൽ പല ചർച്ചകളിലും ചോദിക്കുന്ന ഒരു കാര്യം, രാജു പി നായർ, ഈ കോൺഗ്രസ് പാർട്ടിക്ക് നിങ്ങൾക്കൊരു ഒരു പ്രത്യയശാസ്ത്രം നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയം കോൺഗ്രസ് നേതാക്കൾ തന്നെ പലപ്പോഴും പേഴ്സണലി സംസാരിക്കുമ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചർച്ചകളിൽ ചോദിച്ചിട്ടുമുള്ളതാണ്. എന്താണ് നിങ്ങളുടെ വാസ്തവത്തിൽ ബേസിക് പ്രിൻസിപ്പിൾ, ഐഡിയോളജി? ഗാന്ധിയൻ മാർഗമാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ? അത് ഒരിക്കലും ചർച്ചയിൽ വെക്കാൻ കഴിയാതെ പോകുന്ന ഒരു ദുര്യോഗം കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ എന്നുള്ളത് താങ്കളെ പോലെ പഠിക്കുകയും വായിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന നേതാക്കളാണ് ചിന്തിക്കേണ്ടത്. ശരി.